കാർത്തികേയന്റെ പ്രതികാരത്തിൽ നിന്ന് ഭാര്യ വീട്ടുകാരെ മുഴുവൻ രക്ഷിച്ചു എന്നൊരു അഹങ്കാരം നിനക്കുണ്ട്. പക്ഷേ അത് എന്നേക്ക് നിലനിൽക്കുന്ന ഒന്നല്ല. കാർത്തികേയനൊന്ന് അറിഞ്ഞു വിചാരിച്ചാൽ നീ ഇപ്പൊ അവരെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന ഇടമില്ലേ, അതിനകത്ത് നിന്ന് വലിച്ചു പുറത്തിറക്കി കണക്ക് തീർക്കും ഞാൻ. എന്താ ചെയ്യാ കാർത്തികേയ, ഒരു ക്രിമിനലായിട്ട് ജനിച്ച വലിയ ബുദ്ധിമുട്ട് തന്നെയാ. കാണുന്ന ആണുങ്ങളോടൊക്കെ വലിയ വലിയ വർത്താനങ്ങൾ പറയണം. ഒരിക്കൽ തോറ്റു കഴിഞ്ഞാ പിന്നെ പകരം വീട്ടുമെന്ന് വെല്ലുവിളിക്കണം. പക്ഷേ വെല്ലുവിളി എന്നോടാ. അപ്പൊ കാർത്തികേയൻ സൂക്ഷിക്കണം. ഈ ക്ഷേത്രത്തിൽ വന്ന ഭക്തനോട് കൂടുതൽ പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ വരവ് നന്ദിനിയെ ഉദ്ദേശിച്ചാണെങ്കിൽ, നന്ദിനിയെ എന്തെങ്കിലും ചെയ്ത് കളയാന്നുള്ള വ്യാമോഹത്തിലാണെങ്കിൽ കാർത്തികേയൻ ഇത് കുറിച്ചു വെച്ചോ. ഇപ്പൊ നിവർന്നു നിൽക്കുന്നതേ ഈ 2 കാലുകളും ഞാൻ അങ്ങ് വെട്ടിക്കളയും. എന്നിട്ട് നീ എഴഞ്ഞു നടക്കുന്നത് നാട്ടുകാർ കാണും. മനസ്സിലായോ കാർത്തികേയ? അപ്പൊ കാർത്തികേയന്റെ ഭക്തി നടക്കട്ടെ. ഭക്തി. മരുമോൻ ദുബായിലല്ലേ? അതെ, ദുബായിലാ. എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ചേച്ചി സുഖം. എന്നാ ശരി. ശരിയെന്നാ. എന്താ ഇവിടെ? ഇതേ ചോദ്യം സൂര്യ ഇപ്പൊ എന്നോട് ചോദിച്ചു. നന്ദിനിയെ അപകടപ്പെടുത്താൻ വന്നതാണോന്ന്. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്റെ 2 കാലുകളും വെട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കുട്ടികളല്ലേ പത്മേടത്തി. സൂര്യ എന്തെങ്കിലും പറഞ്ഞാലും പത്മേടത്തി ഓർത്ത് ഞാൻ ക്ഷമിക്കണ്ടേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മകൻ സിറ്റിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഭാര്യ വീട്ടുകാരോട് പത്മേടത്തി പ്രതികാരം ചെയ്ത് കഴിഞ്ഞോ? ഓ, എന്നെ കൊണ്ടൊന്നും അതിന് സാധിച്ചില്ല കാർത്തിക. ഓരോ നിമിഷവും സൂര്യ അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവളുടെ കുടുംബത്തെ. തെറ്റുപറ്റിയത് പത്മേടത്തിക്കാ. ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമായിരുന്നു. പകരം അവസരം പത്മേടത്തി ചോദിച്ചതുകൊണ്ടാ. സാരമില്ല, എന്റെ ഈ വരവ് ചില കണക്കുകൂട്ടലുകളുമായിട്ടാ. എന്ത്? ദശപുഷ്പം പറിക്കുന്ന ചടങ്ങ്. അതിനുവേണ്ടി കാട്ടിലേക്ക് കയറുന്ന നന്ദിനി പിന്നെ പുറത്തേക്ക് വരില്ല. കാർത്തിക, തടയേണ്ട പത്മേടത്തി. കാട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വെളിയിൽ നിൽക്കുന്ന ഒരാൾ പോലും അറിയില്ല. പത്മേടത്തിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ആ കരടെടുത്ത് കളഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി. നമ്മളിത് കൂടുതൽ സംസാരിച്ചെന്നാൽ ശരിയാവില്ല. ഞാൻ വരട്ടെ. നന്ദിനി, എന്താ മാഡം? നീ എന്താ ഇങ്ങനെ കിടക്കുന്ന? മത്സരത്തിന് പോകാനുള്ളതല്ലേ? എനിക്ക് സുഖമില്ല മാഡം, വയറ് വല്ലാതെ വേദനിക്കുക. അയ്യോ, എനിക്ക് ഒരടി പോലും നടക്കാൻ വയ്യ. അയ്യോ, എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചില്ലേ? സൂര്യയോട് പറയാത്തെന്താ? സാറിനോടൊന്നും പറയുന്നില്ല, ഞാൻ തിരിച്ചു പോകാൻ പോവാ. എന്താ നീ പറയുന്നേ? ഇപ്പൊ നടക്കുന്ന മത്സരം നിനക്ക് ഈസി ആയിട്ട് ജയിക്കാവുന്നതല്ലേ? നീ എഴുന്നേറ്റ് വന്നേ, വാ. ഇല്ല മാഡം, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ. പിന്നെ ഞാനിങ്ങനെ കാട്ടിലേക്ക് പോകുന്നേ. നടക്കാൻ പറ്റില്ലെന്ന് ഉറപ്പാണോ? എന്താ എനിക്ക് പറ്റിയെന്ന് എനിക്ക് അറിയില്ല മാഡം. കുറേ നേരം മുൻപേ തുടങ്ങിയതാ. അത് കഷ്ടായല്ലോ. ഇത്രയും വലിയ ഭക്തയായ നിനക്ക് ദേവിയുടെ നടയിൽ വെച്ച് ഇങ്ങനൊരു കാര്യം സംഭവിക്കാന്ന് പറഞ്ഞാ പോട്ടെ. സുഖയില്ലെങ്കിൽ കാട്ടിലേക്ക് പോണ്ടാട്ടോ. സൂര്യൻ നിർബന്ധിച്ചാലും പോരുത്. എല്ലാവരും കാടിന് പുറത്ത് കാവല് നിൽക്കുകയുള്ളൂ. നിങ്ങള് 2 പേരുവാ കാടിനകത്ത് കയറാനുള്ളത്. അവിടെ വെച്ച് നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? നിന്റെ അച്ഛനും അനിയത്തിമാർക്കൊക്കെ ആരാ ഉള്ളത്? ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത്.
എനിക്കതറിയാം മാഡം. എനിക്ക് ഈ മത്സരമൊന്നും ജയിക്കാനുള്ള ഭാഗ്യമില്ല. കഷ്ടം. ഞങ്ങൾക്ക് നടക്കാത്തത് നിന്നിലൂടെയെങ്കിലും നടത്താന്ന് കരുതിയതാ. ഒരു കാര്യം ചെയ്, നീ റെസ്റ്റ് എടുക്ക്. ഞാൻ സൂര്യയെ കണ്ട് വിവരം പറയാം. അവനോട് നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ അയ്യോ, പറയാം. വേണ്ട. നീ പേടിക്കണ്ട, അവൻ ബഹളം വെക്കൊന്നുമില്ല. അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടാ. ഞാൻ നോക്കിട്ടെ. അല്ല മാഡം, ഇപ്പൊ വേറെ ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ? നിക്ക് നിക്ക്. അതെ, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ ചേച്ചി? വാ, നമുക്ക് മമ്മിയുടെ മുറിയിലേക്ക് പോവാം. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. വാ വാ. എന്താ? മഞ്ജു, നീ ഭാഗ്യവതിയാ കേട്ടോ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനു വേണ്ടിയല്ലേ നീ മത്സരത്തിൽ പങ്കെടുക്കുന്നേ. നീ ജയിച്ചു, ഇപ്പൊ തന്നെ ജയിച്ചു. നീ എന്തൊക്കെയാ പറയുന്നേ? ഉള്ളതാ മമ്മി. മത്സരം തീരും മുമ്പേ റിസൾട്ട് പ്രഖ്യാപിക്കാൻ നീ ആരാ? എന്റെ പൊന്നു മമ്മി, അതിന് മത്സരം ഉണ്ടെങ്കിലല്ലേ. അല്ല, മത്സരത്തിന് എന്ത് പറ്റി? ക്ഷേത്ര കമ്മിറ്റിക്കാര് വേണ്ടെന്ന് വെച്ചോ? മത്സരിക്കാൻ ആള് വേണ്ട ഗിരി. എന്റെ മമ്മി, ഞാനിപ്പോ നന്ദിനിയുടെ മുറിയിൽ പോയിരുന്നു. അവൾ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ പോയതാ. അവിടെ ചെന്നപ്പോ അവള് കട്ടിലിൽ വയറും പൊത്തിപ്പിടിച്ച് കിടക്കുക. അവൾക്ക് സുഖമില്ല. എഴുന്നേറ്റൊരാട്ടി പോലും നടക്കാൻ പറ്റുന്നില്ല. അവള് കാട്ടിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. സൂര്യൻകുട്ടി വീട്ടിലേക്ക് പോകുന്നേ. പോകുന്നെന്ന് അവളെ ഉറപ്പിച്ചു പറഞ്ഞോ? അവളെ കൊണ്ടത് പറയിക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയോ? നമ്മുടെ പ്രാർത്ഥനയാ മമ്മി, അതുകൊണ്ട് അവൾക്ക് അസുഖം വന്നേ. ചേച്ചി, ഞാൻ ചോദിക്കുന്നോണ്ട് വിഷമമൊന്നും തോന്നരുത്. ഈ നന്ദിനി കിടപ്പിലാവാൻ കാരണം നിങ്ങൾ ആരെങ്കിലും ആണോ? അല്ല, നന്ദിനെ നിങ്ങൾക്കാർക്കൊട്ടും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇക്കാര്യത്തിൽ വെറുതെ നീ പോലീസ് കളിക്കല്ലേ. ഞങ്ങളാരും അവളെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് അവളുടെ അഹങ്കാരത്തിനെ ദൈവം കൊടുത്തതാ. ചേച്ചി, സത്യത്തിൽ ഈ മത്സരത്തിൽ എനിക്കും മഞ്ജുവിനും ഒരു പ്രതീക്ഷയില്ല. കാട്ടിനകത്ത് പോയി എത്ര സമയം ചെലവഴിച്ചാലും മഞ്ജു ദശപുഷ്പം കണ്ടെത്താനും പോകുന്നില്ല.